ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നത് ആലോചന അഥവാ വിവേചനം എന്നതിനെ പറ്റിയാണ്. വിവേചന ധ്യാനം ലഭിച്ച വ്യക്തി പാപത്തെ ഉപേക്ഷിച്ച് പാപവഴികളെ ഒഴിവാക്കി യേശുവിൻ്റെ വഴിയിൽ ചരിക്കുവാനും വചനത്തെ അടിസ്ഥാനമാക്കി മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കാനും തുടങ്ങുന്നു. ഈ ദാനത്തിലൂടെ ഒരുവന് ഏറ്റവും നന്മയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുവാനുള്ള കൃപ ലഭിക്കുന്നു. നല്ല ആലോചനകൾ നൽകാനും സ്വീകരിക്കുവാനും മറ്റുള്ളവരെ നയിക്കാനും നയിക്കപ്പെടാനും വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ആത്മാക്കളെ വിവേചിച്ച് അറിയുവാനും ഉപദേശിക്കുവാനും ഈ ദാനം നമ്മെ സഹായിക്കുന്നു. വേർതിരിച്ചറിയാനും വിവേചിച്ചറിയാനും ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനത്തിന് വേണ്ടിയാണ് നാം ദാഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആലോചന അഥവാ വിവേചനത്തെപ്പറ്റി പറയുന്ന വചനഭാഗങ്ങൾ ഇവയാണ്. ജോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം: വിജ്ഞാനവും ശക്തിയും ദൈവത്തോടു കൂടെയാണ്, അവിടത്തേക്ക് ആലോചനയും വിവേകവും ഉണ്ട്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രവുമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അവർ അവൻ്റെ ഉപദേശം സ്വീകരിച്ചു. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 11-ാം വാക്യം: അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. വീണ്ടും നെഹെമ്യായുടെ പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യം: അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 28-ാം വാക്യം: ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. വീണ്ടും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ വിവേചനം അഥവാ ആലോചന ശക്തി നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ലഭിക്കുവാനും ജീവിതത്തിൽ പരാജയപ്പെടാതെ മുന്നോട്ട് പോകുവാനും വേണ്ട കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഓരോ ദിവസവും ചെറുതും വലുതുമായ അനേകം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ അങ്ങയുടെ വരദാനങ്ങളാൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ആലോചനാശക്തി എന്ന ദാനം ഞങ്ങളിൽ നിറച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ഇടവക പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലും കുടുംബങ്ങളിലും അവിടുത്തെ ദാനമായ ആലോചനാശക്തി ഉപയോഗിച്ച് സഭയെ പടുതുയർത്തുവാനും അങ്ങയുടെ സുവിശേഷ പ്രഘോഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം ആയ പരിശുദ്ധ അമ്മേ, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ